Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ്കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ചാർട്ടിൽ പോയിട്ട് നമുക്ക് അതിലുള്ള എൻട്രിയും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ നമ്മൾ എന്നും ചെയ്യുന്ന പോലെ തന്നെ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടും നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടോട്ട് വന്നു കഴിഞ്ഞാൽ നിഫ്റ്റി ചെറുതായിട്ട് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് എന്ന് പറയാം. വെറും 4 പോയിന്റിൻ്റെ ഒരു പോസിറ്റീവ് ക്ലോസിങ് നമുക്ക് നോക്കി കുഴപ്പമില്ല. കാരണം ഇന്നലെ നല്ലൊരു മൂവ്മെന്റ് വന്നതാണ് നിഫ്റ്റിയിൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെറിയൊരു ഡോജി ക്യാൻഡിൽ പോലെ ആണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ പറഞ്ഞ ആ റേഞ്ചിലോട്ട് വരികയാണ്. 26,260 ആ റേഞ്ചാണ് ഇപ്പോൾ നിഫ്റ്റിയിൽ അടുത്തൊരു റെസിസ്റ്റൻസ് ഉള്ളത്. കണ്ടിട്ട് മിക്കവാറും ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. നിഫ്റ്റി നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ്, നിഫ്റ്റി വലിയ എന്താ പറയുക വീക്ക്നെസ് കാണുന്നില്ല. ചെറിയൊരു ഫോൾ വന്നെങ്കിലും ഇവിടുന്ന് ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും നിഫ്റ്റി മേലോട്ട് പോയി ഈ ഒരു ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് ഈ ഒരു സ്വിംഗ് ഹൈ ഒക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്നത് ഈ 26,250 ആ റേഞ്ചാണ് ഇപ്പോൾ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് നിഫ്റ്റിയിൽ വരുന്നത്. അപ്പോൾ അതും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൾ ടൈം ഹൈ വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നിഫ്റ്റി നമുക്ക് സ്ട്രെങ്ത് തന്നെ കാണുന്നുണ്ട്. അതുപോലെ സ്മോൾ ക്യാപ്പ് നമുക്ക് ചാർട്ടോട്ട് പോയി കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് ഒരു 65 പോയിന്റ് ഒരു പോസിറ്റീവ് ക്ലോസിംഗ് ആണ് തന്നത്. നമുക്ക് സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും സ്മോൾ ക്യാപ്പിൽ മേലോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരുപാട് നാളത്തെ വോളിയം ഒരു 3-4 ദിവസം കണ്ടോ നല്ലൊരു വോളിയം കയറി വരുന്നുണ്ട് സ്മോൾ ക്യാപ്പിൽ. അപ്പോൾ അതൊരു ബൈയിങ്ങിൻ്റെ ഒരു പ്രഷർ ഈ റേഞ്ചിൽ നിന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ 18,550 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താലാണ് സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഇപ്പോഴുള്ള മൂവ്മെൻറ്റിനേക്കാളും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ചിലപ്പോൾ നമുക്ക് ഈ 3-4 ദിവസം ഒരു ബൈയിങ് വന്നതുകൊണ്ട് ചെറിയൊരു പുൾ ബാക്ക് വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ഇവിടുന്ന് മേലോട്ട് ഒന്ന് പോയി ചെറുതായിട്ടൊരു പുൾ ബാക്ക് തന്ന് പിന്നെ മേലോട്ട് പോകാനായിരിക്കും സാധ്യത. പിന്നെ ഈ റേഞ്ചിൽ നിന്ന് വെയിറ്റ് ചെയ്യുക. റെസിസ്റ്റൻസിൽ ഇപ്പോൾ ഒന്ന് പതുക്കെ താഴത്തോട്ട് വന്നിട്ട് വീണ്ടും ബ്രേക്ക് ചെയ്ത് ആ റേഞ്ചിനെ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് തന്നെ സ്മോൾ ക്യാപ്പിൽ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതാണ്. പക്ഷെ നമ്മൾ ഈ ബോട്ടം തന്നെ പതുക്കെ കയറുമ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ചെറിയ സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകൾ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിലൊക്കെ നന്നായിട്ട് പതുക്കെ കയറി വരുന്നുണ്ട്. ഇപ്പോൾ 1% ഒക്കെ കയറുമ്പോൾ തന്നെ ചില സ്റ്റോക്കുകൾ നമുക്ക് 4-5% മൂവ്മെൻ്റ് ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ മൂവ്മെൻറ്റ് തരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്കുകളിലൊക്കെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ റേഞ്ചൊക്കെ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോർട്ട്ഫോളിയോ ഒക്കെ പെട്ടെന്ന് തന്നെ നല്ല ഗ്രീനിലോട്ട് വരാനുള്ള സാധ്യത കൂടുതലാണ്. പൊതുവെ ആളുകൾ മാർക്കറ്റ് താഴത്തോട്ട് വന്ന് റിവേഴ്സലാവുമ്പോൾ ആരും ഇൻവെസ്റ്റ് ചെയ്യാറില്ല. ശരിക്കും ഈ സമയത്തൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം നമുക്ക് നോക്കാം. നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ 2 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സ്റ്റോക്കുകൾ RR കബീൽ അതുപോലെ ഗ്ലെൻമാർക്ക് ഫാർമ എന്ന് പറഞ്ഞ സ്റ്റോക്ക്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമ്മൾ എൻട്രിയും ടാർഗറ്റും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് റേഞ്ചിനോട് അടുത്താണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ വിടുകയാണ് ചെയ്തത്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം നമ്മുടെ എൻട്രി ലെവലിനോട് വന്നിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ നമുക്ക് 1526 ആ റേഞ്ചിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അതല്ല നാളെ മാർക്കറ്റ് താഴെയാണ് ക്ലോസ് ചെയ്യുന്നത് പറഞ്ഞാൽ എൻട്രി എടുക്കണ്ട, ഓപ്പൺ ചെയ്യുന്ന പറഞ്ഞാൽ എൻട്രി എടുക്കണ്ട. ഇതേ റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് എൻട്രി നോക്കാവുന്നതാണ്. അതുപോലെ ഗ്ലെൻമാർക്ക് എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് നമ്മുടെ എൻട്രി പറഞ്ഞത് 1993 പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എൻട്രി കിട്ടി. അതുപോലെ ടാർഗറ്റ് 2085 പറഞ്ഞത്. 2082 വരെ പോയി നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഒരു 2-3 പോയിന്റ് വ്യത്യാസമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ ഏകദേശം ടാർഗറ്റ് അച്ചീവ് ചെയ്ത സ്റ്റോക്കാണ് കണ്ടത്. ഒന്ന് നോക്കിയാണെങ്കിൽ നല്ലൊരു വോളിയത്തോടുള്ള ക്യാനിലായിരുന്നു, പക്ഷെ ഇവിടെ നല്ലൊരു സെല്ലിങ് വന്നു. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നമുക്ക് ഏകദേശം ഓൾമോസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് 2 ദിവസം കൊണ്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ സ്റ്റോക്ക് നോക്കാം. സ്റ്റോക്കിൻ്റെ പേര് ഡാറ്റാമാറ്റിക്സ് ഗ്ലോബൽ സർവീസ് ലിമിറ്റഡ് എന്നാണ് സ്റ്റോക്കിൻ്റെ പേര്. സ്റ്റോക്കിൻ്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു ചാർട്ടാണ്. ഞാനൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. കണ്ടോ, വീക്ക്ലി ചാർട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ച് ഈ ഒരു സ്റ്റോക്കിൻ്റെ നല്ലൊരു റെസിസ്റ്റൻസ് ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് നമുക്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടി. സ്റ്റോക്ക് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നിട്ട് ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 41% റിട്ടേൺ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഈ റേഞ്ച് ബ്രേക്ക് ഔട്ട് നടന്നിട്ട് തന്നു. അപ്പോൾ നമുക്ക് വീണ്ടും സ്റ്റോക്ക് അതേ റേഞ്ചിലോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അവിടെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിൽ നമുക്ക് താഴത്തോട്ട് സ്റ്റോക്ക് വന്നു. ഈ റേഞ്ചിൽ നിന്ന് കണ്ടോ റെറ്റായിട്ടിന് ഒരു റീടെസ്റ്റ് ചെയ്തു. വീക്ക്ലി കഴിഞ്ഞാണ് നല്ല റീടെസ്റ്റ് നടന്നിട്ട് മേലോട്ട് ഇങ്ങനെ പോകാനുള്ള സാധ്യത ഉണ്ട് സ്റ്റോക്ക്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ നമുക്ക് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ
എൻട്രി എടുക്കാവുന്നതാണ്. ഇതൊരു വീക്ക്ലി ചാർട്ടാണ്, ഞാൻ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഓക്കെ, ഇപ്പോൾ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റി കഴിഞ്ഞാൽ നമുക്കൊരു 790 ഉണ്ട്. ഈ ഒരു ക്യാൻഡിൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. കുറച്ച് ഒരു മിഡ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിലാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി നോക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ 778 നമുക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. അതായത് 886 നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി ആയിട്ട് കൺസിഡർ ചെയ്യാം. നമുക്ക് ടാർഗറ്റ് ആയിട്ട് നമുക്ക് മിഡ് ടൈമിലേക്ക് ആകുമ്പോൾ കുറച്ച് നല്ലൊരു ടാർഗറ്റ് നമുക്ക് വെക്കാവുന്നതാണ്. ടാർഗറ്റ് ഞാൻ വെക്കുന്നത് ഒരു 1011 എന്നുള്ള ഒരു റേഞ്ചാണ്. ഒരു മിഡ് ടൈം ഹോൾഡിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പറയുന്നത്. നമ്മൾ ഇപ്പോഴും പറയുന്നത് ഒരു ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഞാൻ പറയുന്നത് ഒരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ്. നിങ്ങൾക്ക് ഈ സ്റ്റോക്കൊക്കെ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടും ഉപകരിക്കും. അപ്പോൾ നമ്മളിതിൽ എൻട്രി പറഞ്ഞത് 866, സ്റ്റോപ്പ് ലോസ് 778, ടാർഗറ്റായിട്ട് 1011 എന്നുള്ള ഫസ്റ്റ് ടാർഗറ്റ്. നമുക്ക് ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ട്രയൽ ചെയ്തിട്ട് മേലോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്താൽ നേരിട്ട് തന്നെ നമ്മുടെ ചാനലിലോട്ട് പോകുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്